ജൂലൈ 21 പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങിയത്. ഇത്ര ദിവസമായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റ് ഹൗസിലേക്ക് തിരിഞ്ഞു കയറിയിട്ടില്ല. പാർലമെൻറ്റ് കെട്ടിടത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഇരിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ കാണുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നുണ്ട്, NDA സഖ്യകക്ഷികളെ കാണുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുന്നുമുണ്ട്. പക്ഷേ രാജ്യസഭയിലേക്കാകട്ടെ ലോക്സഭയിലേക്കാവട്ടെ മൂപ്പിലാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അമിത്ഷാ എവിടെ പോയി? എവിടെ അമിത്ഷാ? ഈ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും D കുര്യാക്കോസും ഒക്കെ തുടർച്ചയായി ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ചോദ്യങ്ങളൊക്കെ മഹാനായ അമിത്ഷാ അവഗണിക്കുകയും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ യാതൊരു ഉത്തരവും പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്ന ഒരു മട്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പ്രധാനമന്ത്രി പറയട്ടെ, അമിത്ഷായ്ക്ക് വയറിന് സുഖമില്ല, അതുകൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൽ വരുന്നുണ്ടെങ്കിലും ഈ സഭയിൽ വരാത്തത് എന്ന് പറഞ്ഞാൽ മതി. അതും പറയില്ല. പത്രങ്ങൾ അവരുടെ ഭാവനയ്ക്കും മനോധർമ്മത്തിനും അനുസരിച്ച് ഓരോ കഥകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമിത്ഷായ്ക്ക് അസുഖമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി എല്ലാ ദിവസവും പാർലമെൻറ്റിൽ വരുന്നുണ്ട്, സമയത്തും ആ സമയത്തും വരുന്നുണ്ട്. പക്ഷേ സഭയിൽ ഹാജരാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു മന്ത്രി ഇന്ന ദിവസം ഇന്ന മണിക്ക് ഇത്ര സമയത്ത് സഭയിൽ ഹാജരായിരിക്കണം എന്ന് ഭരണഘടനാപരമായിട്ട് വ്യവസ്ഥയൊന്നുമില്ല. പാർലമെൻറ്റ് റൂൾസ് ഓഫ് ബിസിനസ്സിലും പറഞ്ഞിട്ടില്ല. എങ്കിലും സാധാരണ ഹാജരാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മര്യാദ, അതാണ് അതിൻ്റെ മാന്യത. ആ മാന്യത പാലിക്കാൻ ഏതെങ്കിലും അമിത്ഷാ തയ്യാറില്ല. അപ്പോൾ ഇത് എവിടെ പോയി ഇയാൾ എന്ന് നമ്മുടെ ജെൻസികൾ ചോദിക്കുന്നുണ്ട്, പാർട്ടികൾ ചോദിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. അമിത്ഷാ എവിടെ? ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഇയാൾ എവിടെ ഒളിച്ചിരിക്കും എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുണ്ട്. KC വേണുഗോപാലാണെങ്കിൽ ഒരു കാലണ്ടർ തന്നെ കൊണ്ടുവന്ന് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഹാജരാക്കി. ഇദ്ദേഹം അമിത്ഷാ വരാത്ത ദിവസങ്ങൾ കാലണ്ടറിൽ രേഖപ്പെടുത്തി. ഇന്ന ദിവസങ്ങളിൽ അമിത്ഷാ വന്നിട്ടില്ല, അയാൾക്ക് പാർലമെൻറ്റിൽ ശമ്പളവും അലവൻസുകളും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അമിത്ഷാ എന്താണ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ഈ രാമായണത്തിൽ സാക്ഷാൽ രാമരാവണ യുദ്ധം ഇങ്ങനെ ക്ലൈമാക്സിലെത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പടനായകന്മാർ പലരും മരിച്ചു, മക്കളിലും ചിലരൊക്കെ മരിച്ച സമയത്ത് ശ്രീരാമനെ വധിക്കാൻ എന്താണ് മാർഗം എന്നാലോചിച്ച് ശുക്രാചാര്യൻ്റെ ഉപദേശം തേടുകയും അതേ തുടർന്ന് നികുംഭില എന്ന് പേരുള്ള ഒരു ഗുഹയുണ്ടാക്കി അവിടെ കയറി അടച്ചിരുന്ന് ഹോമം തുടങ്ങിച്ചു. ആ ഹോമം കഴിയുന്ന സമയത്ത് സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ആരാലും ജയിക്കപ്പെടാൻ കഴിയാത്ത ഒരു ആയുധം അദ്ദേഹത്തിന് കൊടുക്കും. അതുപയോഗിച്ച് ശ്രീരാമനെ കൊലപ്പെടുത്തും എന്നുള്ളതായിരുന്നു തന്ത്രം. അപ്പോൾ രാവണൻ ഇങ്ങനെ നികുംഭിലയിൽ കയറി ഈ ഹോമം തുടങ്ങിയ സമയത്ത് ശ്രീരാമന് മനസ്സിലായി, വിഭീഷണന് മനസ്സിലായി, സുഗ്രീവന് മനസ്സിലായി രാവണനെതിരുള്ള പുറപ്പാടാണ്. അപ്പോൾ രാവണൻ്റെ ഈ ഹോമം മുടക്കണം, എന്നാലേ ഇവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വാനരന്മാരെ അയച്ച് ശ്രീരാമൻ ഇദ്ദേഹത്തിൻ്റെ ഹോമം മുടക്കിയെന്നുള്ളതാണ്. സാധാരണ പ്രകോപനമുണ്ടായിട്ടൊന്നും രാവണൻ കുലുങ്ങിയില്ല. ആ സമയത്ത് ഈ അങ്കദൻ എന്ന് പറഞ്ഞ ഒരു വാനരനുണ്ട്, അത് ബാലിയുടെ മകനാണ്. അദ്ദേഹം സാക്ഷാൽ മണ്ഡോദരിയെ പിടിച്ച് വസ്ത്രാക്ഷേപം ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് രാവണൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയി. പുള്ളി ഇരുന്നിടന്ന് ചന്ദ്രഹാസം എടുത്തുകൊണ്ട് ചാടി എഴുന്നേൽക്കും. അതുകൂടി ഹോമം മുടങ്ങിയേ എന്ന് പറഞ്ഞ് കൂവി വിളിച്ചുകൊണ്ട് വാനരന്മാരെ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് ചരിത്രം. ഇപ്പോൾ ഏതാണ്ട് അതുപോലുള്ളൊരു ശ്രമമാണ് നമ്മുടെ രാഹുൽ ഗാന്ധി, കൊടിക്കുന്നിൽ സുരേഷും വേണുഗോപാലും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമിത്ഷാ നികുംഭിലയിൽ ഇരുന്നിട്ട് തപസ് ചെയ്യല്ല, പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് ഇത്ര ആളെ ചാക്കിട്ട് പിടിക്കാം എന്ന പോയിൻ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് എത്ര പേർ, NCPയിൽ നിന്ന് എത്ര പേർ, പിന്നെ ശിവസേനയിൽ നിന്ന് എത്ര പേർ എന്നുള്ള കണക്ക് പുള്ളിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആട്ടിക്കുലുക്കി പറിച്ചെടുക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. അല്ലാണ്ട് പുള്ളിക്ക് പാർലമെൻറ്റിനോടുള്ള ബഹുമാനക്കുറവുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് യുക്തമെന്ന് തോന്നുന്ന സമയത്ത് അമിത്ഷാ വരിക തന്നെ ചെയ്യും. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി കേൾക്കാനായിട്ട് കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നിർബന്ധിതമാവുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നികുംഭിലയിലാണ്. നികുംഭിലയിലിരുന്ന് ഹോമം തുടരുന്ന ഈ രാവണനെ, അതായത് സാക്ഷാൽ അമിത്ഷായെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാനായിട്ടാണ് രാഹുൽ ഗാന്ധിയും മറ്റുമൊക്കെ ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ത്രേതായുഗത്തിലെ രാവണനല്ല, കലിയുഗത്തിലെ അമിത്ഷാ. രാഹുൽ ഗാന്ധി എന്ത് തന്നെ പറഞ്ഞാലും ശരിയാണ്, അമിത്ഷായ്ക്ക് തോന്നുമ്പോഴേ പുള്ളി ഇരുന്നിരുന്ന് എഴുന്നേക്കുള്ളൂ.
പുള്ളിക്ക് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി പാർലമെൻറ്റിൽ വരും, തോന്നിയില്ലെങ്കിൽ പാർലമെൻറ്റിൽ വരില്ല. അതിന് ഇവർ എത്ര വേളം കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം അമിത്ഷാ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അമിത്ഷായാണ്, അല്ലാതെ രാഹുൽ ഗാന്ധിയല്ല, KC വേണുഗോപാലും അല്ല, എന്തിന് D കുര്യാക്കോസ് പോലുമല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരുന്നവരെ കാത്തിരിക്കുക. പുള്ളി വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കിട്ടും. ആ കിട്ടുന്ന മറുപടി താങ്ങാൻ കെൽപ്പുണ്ടാകണമേ എന്ന് സാക്ഷാൽ ജഗദീശ്വരനോട്, ഭഗവാൻ പരമശിവനോട് പ്രാർത്ഥിക്കുക. അല്ലാതെ കോൺഗ്രസ്സുകാർക്ക് മുമ്പിൽ വേറെ യാതൊരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ജയ് ഹിന്ദ്.